പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ ഭാഗ്യകരമായ അനുഭവത്തെ സന്തോഷമായി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഈ പകൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ കൂട്ടായ്മ കൂടുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ആമേൻ. പകൽ ഓൺലൈനിലായിരുന്ന നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ പലർക്കും ദൈവം കൃപ ചെയ്തു. അനേകരുടെ ജീവിതത്തിൽ അത് അനേകത്തിനും വിടുതലിന് കാരണമായി തീർന്നല്ലോ. ഇന്ന് രാത്രി നമ്മൾ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിതമായ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയ്ക്ക് ശേഷം ഇന്ന് രാത്രി തിരുവചനവുമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പകലിന്റെ മണിക്കൂറുകളിൽ അവിടെ ഇവിടെങ്ങളിലായിരുന്ന അങ്ങയുടെ മക്കളെ ക്ഷേമത്തോടെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ലോക രാജ്യങ്ങളിൽ അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതനായിരുന്നു കൊണ്ട് അവിടുന്ന് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി ഈ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആയുസ്സിനെ ദീർഘമാക്കി ആമേൻ ഞങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ഇന്ന് രാത്രി ദൈവശബ്ദം കേൾപ്പാൻ കാതോർക്കുന്ന അങ്ങയുടെ മക്കളുടെ കാതുകൾ ഇമ്പമേറിയ ദൈവശബ്ദം ഇന്ന് രാത്രി മുഴങ്ങുവാൻ സ്വർഗം ഇടയാക്കണം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തിയാൽ ഇന്ന് രാത്രി ചില പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിപ്പാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് ദൈവം കൂടിയിരിക്കണം. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണം. ജനത്തെ എവിടെ നിന്ന് ഒരുക്കിയാൽ മഹത്വം അവിടത്തേക്ക് അർപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ട് കരമുയർത്തി ആ കരമടിച്ചുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ സ്തുതികളിലെ വസിക്കുന്ന സർവശക്തനായ ദൈവം എന്റെ മുഴു സാന്നിധ്യവുമാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉണ്ടാവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നഷ്ടങ്ങളിലും പാതറില്ല ഞാൻ, കണ്ണുനീരിലും താളരില്ല ഞാൻ, നീയെന്നും എൻ്റെ ദൈവം, ഞാനെന്നു നിന്റേതാണേ, നീയെന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ. എന്റെ വിശ്വാസമോ പങ്കം വാരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം, അതു പ്രാപിക്കുമ്പോൾ നഷ്ടലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിടും. നിന്റെ വിശ്വാസമോ പങ്കം വാരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം, അതു പ്രാപിക്കുമ്പോൾ നഷ്ടലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. ആമേൻ. നഷ്ടങ്ങളിലും പാതറില്ല ഞാൻ, കണ്ണുനീരിലും താളരില്ല ഞാൻ, നീയെന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ, നീയെന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എന്നെ തകർക്കുവാനോ എന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ആമേൻ. നഷ്ടങ്ങളിലും പാതറില്ല ഞാൻ, കണ്ണുനീരിലും താളരില്ല ഞാൻ, നീയെന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ, നീയെന്നും എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണേ. എന്നെ
കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വെറുപ്പില്ലാതെ മുന്നോട്ടു പോകുവാൻ യേശുവെന്നു എൻ്റെ കൂടെ. എന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയില്ല ഞാൻ. വെറുപ്പില്ലാതെ മുൻപോട്ടു പോകുവാൻ യേശുവെന്നു എൻ്റെ കൂടെ. ഓ നഷ്ടങ്ങളിലും ആമേൻ പതറില്ല ഞാൻ. ഓ കണ്ണുനീരിലും തളരില്ല ഞാൻ. നീയെന്നു എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണ്. നീയെന്നു എൻ്റെ ദൈവം, ഞാനെന്നും നിന്റേതാണ്. ഹല്ലേലൂയ. കുറ്റം പറഞ്ഞ് ഹല്ലേലൂയ ആമേൻ അത് കുറ്റം വിധിച്ച് അനേകരെ തള്ളിക്കളയുവാൻ അത് തയ്യാറാകുമ്പോൾ പിന്മാറി പോകാതിരിക്കുവാൻ എന്നും കൂടെയിരിക്കുന്ന ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളടിച്ച കർത്താവിന് മഹത്വം കൊടുത്താക്കാം. ഹല്ലേലൂയ. എന്ത് തന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ കടന്നു വന്നാലും അവിടെയെല്ലാം ഹല്ലേലൂയ കരുണയോടെ ഹല്ലേലൂയ ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവവൈതലിനെ ആമേൻ സാന്ത്വനിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ഉയരത്തിലെ കൃപ, ഉയരത്തിലെ അഭിഷേകം തന്റെ മക്കളുടെ മേൽ പകർന്ന് ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ. ഭാരങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതായ ലോകത്ത് ഹല്ലേലൂയ എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ അക്കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തു. ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരുന്നവരും ഇരിക്കുന്നവരും വീണ്ടും വരുന്നവരുമായ അൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേ നമ്മോട് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും. ജോലിയെ കുറിച്ചുള്ള നിങ്ങളുടെ ആശയം എന്താണ്? ഹല്ലേലൂയ. ഒരു ജോലി ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആശയം ഹല്ലേലൂയ എന്താണ് നിങ്ങൾക്ക് ആമേൻ നിങ്ങളുടെ ഉള്ളിലുള്ളത്? ഹല്ലേലൂയ ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കുവാനാ പറഞ്ഞത്. ഹല്ലേലൂയ ആമേൻ. ആലസരായി മടിയരായി ഇരിക്കുന്നവരെ ആമേൻ ദൈവത്തിന് താല്പര്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ ഉറങ്ങിയും മയങ്ങിയും സമയം കളയുന്ന, അലഞ്ഞു തിരിഞ്ഞ് സമയം പോക്കുന്ന ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ ആമേൻ. അത് ഭൂമിക്ക് ഭാരമായിട്ട് ജനിപ്പിച്ച അപ്പനോ അമ്മയ്ക്കോ കൂടപ്പിറപ്പിനോ ജീവിത ആർക്കും ഒരു ഉപകാരമില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കുറിച്ച് ദൈവത്തിന് യാതൊരു താല്പര്യവും ഇല്ല. ആമേൻ. ഇന്ന് രാത്രി അലസത മാറി, മടി മാറി, ഊർജ്ജസ്വലരായി ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ അതേ സമർപ്പിക്കപ്പെടുന്നവർ ഇന്ന് രാത്രി എഴുന്നേൽക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിനാധാരമായി ആമേൻ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യമാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. ഹല്ലേലൂയ. ജോലിയെ കുറിച്ചുള്ള നിങ്ങളുടെ ആശയം എന്താണ്? ഹല്ലേലൂയ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. യേശു അവരോട്, എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവരോട്, ഒരു കൂട്ടം ആമേൻ ചോദ്യം ചെയ്യുന്നവരോട്, ഹല്ലേലൂയ മിണ്ടാതാക്കാൻ നോക്കുന്നവരോട്, ഹല്ലേലൂയ ആമേൻ തകർക്കാൻ നോക്കുന്നവരോട് യേശു ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. ആമേൻ. അത് ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഇകത്തിൽ മനുഷ്യനായി ജനിച്ച ക്രിസ്തു, ഹല്ലേലൂയ ആമേൻ, അതേ പറയുകയാണ്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ഞാനും പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. പിതാവായ ദൈവം ആമേൻ ഈ ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ചോദ്യം ചെയ്തവരോടായി പറഞ്ഞതാ, ആമേൻ എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും മുമ്പിൽ
തർക്കവും ന്യായവും പറഞ്ഞ് സമയം പോക്കുന്ന ഒരു കർത്താവിനെ അല്ല നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. വ്യക്തമായ മറുപടി കൊടുത്ത്, ന്യായമായ മറുപടി കൊടുത്ത്, ആമേൻ, സത്യം, ആമേൻ, അതെ, അവരെ ഗ്രഹിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഉപദേശങ്ങൾ, ആമേൻ, പറഞ്ഞുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ അത് വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവം ശബത്തിൽ പോലും അലസനായി എന്ത് ചെയ്യുന്നില്ല, ഇരിക്കുന്നില്ല. അലസനായിരിക്കുന്ന ഒരു പിതാവിനെ അല്ല പുത്രൻ ഈ ലോകത്ത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. ആമേൻ. പുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയ പിതാവ് അലസനല്ല. ഹല്ലേലൂയ. നാം ആരാധിക്കുന്ന ദൈവം അലസനല്ല. അവൻ ഉറങ്ങാത്തവനാ, അവൻ മയങ്ങാത്തവനാ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ തന്റെ മക്കൾക്ക് വേണ്ടി സദാസമയം, ഹല്ലേലൂയ, ജാഗ്രതയുള്ളവനായി ഇന്ന് രാത്രി ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആഗ്രഹയോടായിരിക്കുന്ന ദൈവമൈതലേ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി സദാസമയം ഉണർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, മനുഷ്യന്റെ നിബന്ധനകൾ കൊണ്ട് കർത്താവിനെ, ആമേൻ, നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, 12-ാം അധ്യായം, മത്തായി സുവിശേഷം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ആമേൻ, മറ്റു ചിലത് നിലത്ത് വീണു, 100, 60, 30 മേനിയായിട്ട് എന്ത് ചെയ്തു? വിളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, അതെ, 100 മേനിയായി, 30-ആയി, 60-ആയി വിളയത്തക്ക വിധത്തിൽ, അതിന്റെ പ്രവൃത്തി വെളിപ്പെടത്തക്ക വിധത്തിൽ, അത് നല്ല സ്ഥലത്ത് എന്ന് പറഞ്ഞ, ആമേൻ, വചനം നല്ല ഹൃദയത്തിനകത്ത് വിധേയക്കപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഗ്രഹിച്ചു കഴിയുമ്പോൾ അത് അതിന്റെ റിസൾട്ട് എന്ത് ചെയ്യും? വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ഹൃദയം, ആമേൻ, ഒരുക്കപ്പെട്ടാണ് നീ ഇരിക്കുന്നതെങ്കിൽ നിശ്ചയമായും കേൾക്കുന്ന വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. മനുഷ്യന്റെ നിബന്ധനകൾ കൊണ്ട് കർത്താവിനെ നിയന്ത്രിക്കുവാൻ എന്തല്ല, സാധ്യമല്ല. ആമേൻ. ദൈവം തന്റെ പിതാവെന്ന്, ആമേൻ, അസക്തമായി കർത്താവ് എന്ത് ചെയ്യാണ്? സംശയമില്ലാതെ, ഹല്ലേലൂയ, അതെ, വളരെ വ്യക്തമായി, ശക്തമായി കർത്താവ് എന്ത് ചെയ്യുക? ഊന്നി പറയുക, പ്രസ്താവിക്കുക. ഹല്ലേലൂയ. അതെ, 10-ാം അധ്യായം, അതെ, 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. അവൻ സർവശക്തനായ ദൈവം നല്ലൊരു എഞ്ചിനീയറായി, ഹല്ലേലൂയ, മനുഷ്യനെ, ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ തലയിലെ രോമങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. ആമേൻ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളത്തെ വിലയിരുത്തിക്കൊണ്ട് അനേകർ നിരാശപ്പെട്ട് ആശങ്കലരായി ഭയപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരെ പേടിച്ചിരുന്ന ശിഷ്യന്മാര് ആദ്യ റൂമിനകത്ത് യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി, ആമേൻ, എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവരെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവരെയോ, ആമേൻ, എന്റെ പിതാവിന് മുമ്പിൽ ഞാനും എന്ത് ചെയ്യും? തള്ളിപ്പറയും. ഹല്ലേലൂയ. യേശു ദൈവപുത്രനെന്ന് അവർ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് അവൻ ദൈവ ദൂഷണം പറയുന്നവൻ എന്ന് അവൻ ആരോപിച്ചു. ഹല്ലേലൂയ. യേശുവിനെയോ യേശുവിന്റെ പുത്രത്വത്തെയോ അംഗീകരിക്കാത്തവർ യേശുവിനെതിരെ ശബ്ദമുയർത്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ആമേൻ, ദൈവ വിശ്വാസമില്ലാത്തവർ, യേശുവിനെ അംഗീകരിക്കാത്തവർ, യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട നിനക്കെതിരെ, യേശുവിന് വേണ്ടി ജീവിക്കുന്ന നിനക്കെതിരെ ദൂഷണങ്ങൾ പറയുവാൻ, നിനക്കെതിരെ ശബ്ദമുയർത്തുവാൻ പ്രബലപ്പെടുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെ സദാസമയം അത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യൻ ദൈവമാണെന്ന് അത് അവകാശപ്പെടുന്നത് മരണശിക്ഷ അർഹിക്കുന്ന ഏറ്റവും കഠിനമായ ദൈവ ദൂഷണം തന്നെയെന്ന്, ആമേൻ, അതെ, അവർ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട്, ആമേൻ, ലോകം തയ്യാറായത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 26-65 വായിക്കുമ്പോൾ, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവ ദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവ ദൂഷണം കേട്ടുവല്ലോ. ഹല്ലേലൂയ.
ആമേൻ. യേശുവിനെ ചോദ്യം ചെയ്തപ്പോൾ നീ യഹൂദന്മാരുടെ രാജാവാണോ പറയെന്ന് പറഞ്ഞപ്പോൾ രാജാവാകുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ അതെ ദൈവദൂഷണം പറയുന്നു, ദൈവത്തിന്റെ പുത്രനാണെന്ന് പറയും, ദൈവദൂഷണം പറയുന്നു. ഹല്ലേലൂയ ആമേൻ. യേശു അർത്ഥമാക്കിയത് എന്തെന്ന് മഹാപുരോഹിതൻ കൃത്യമായി മനസ്സിലാക്കി. തനിക്ക് അനുഭവപ്പെട്ട അഥവാ അനുഭവപ്പെട്ടതായി നടിക്കുന്ന ആ പരിഭ്രമത്തിന്റെ അപ്രത്യക്ഷമായ അടയാളമായിട്ടായിരുന്നു ആമേൻ അതെ ആ വസ്ത്രം ആമേൻ അതെ താൻ കീറിയത്. ഹല്ലേലൂയ ആമേൻ. യേശുവിന്റെ ജീവിതവും അതെ ഉപദേശങ്ങളും അത്ഭുത പ്രവർത്തികളും ഹല്ലേലൂയ ആമേൻ അതെ ഈ വക തെളിവുകൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും അവൻ കേവലം ഒരു മനുഷ്യനല്ലെന്ന് വിശ്വസിക്കുവാൻ അവർ എന്ത് ചെയ്തില്ല, കൂട്ടാക്കിയില്ല. അത്രമാത്രം ആമേൻ വളരെ അതെ വ്യക്തമായി പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ദൈവപുത്രനായി ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനോ വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ തയ്യാറാകാത്ത ലോകം യേശുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ യേശുവിനെ ക്രൂശിക്കപ്പെടണമെന്നുള്ളത് ദൈവവചനത്തിന്റെ നിവൃത്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ദൈവപുത്രനാണെന്ന് പറഞ്ഞപ്പോൾ തന്റെ ദൃഷ്ടിയിൽ അവൻ ദൈവദൂഷണം സംബന്ധിച്ച് കുറ്റക്കാരനായത്. ഹല്ലേലൂയ. അത് നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവചനത്തെ മനസ്സിലാക്കി നീ ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടുമ്പോൾ നിനക്കെതിരെ ലോകം ശബ്ദമുയർത്തും, നിനക്കെതിരെ പ്രാകൃതൻ ശബ്ദമുയർത്തും, നിനക്കെതിരെ പ്രതിയോഗിയായ പിശാച് അത് പോരാട്ടമായി എഴുന്നേറ്റ് വരും. അവിടെ നീ ഒറ്റയ്ക്കല്ല നേരിടുന്നത്, നിന്നോട് കൂടെയിരിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. യേശു അവരോട് എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അവൻ ശബത്തിലെ ആമേൻ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനത്തിന്റെ സത്യം വളച്ചൊടയ്ക്കാതെ അത് സത്യമായി പ്രസംഗിക്കുവാനും അതും പ്രകാരം ജീവിക്കുവാനും നീ സമർപ്പിക്കപ്പെടും തോറും ഒരു കൂട്ടം നിനക്കെതിരെ പ്രബലപ്പെടും, അവ നിനക്കെതിരെ ശക്തിപ്പെടും. അതൊരു പക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്നാകാം, ഒരുപക്ഷെ നിന്റെ ദേശത്തിൽ നിന്നാകാം, ഒരുപക്ഷെ തലമുറയിൽ നിന്നാകാം, ഒരുപക്ഷെ സഹോദരങ്ങളിൽ നിന്നാകാം. പ്രബലപ്പെട്ടു വരും. പ്രബലപ്പെടും തോറും അതെ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കുറിച്ചുള്ള വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, നിന്നെ കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതെ ഗതസമനയിൽ പിതാവേ എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്ന് സമർപ്പിച്ചതുപോലെ തന്നെത്താൻ താഴ്ത്തുവാൻ സമർപ്പിക്കപ്പെടുവാൻ തയ്യാറായ സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം മരണത്തെ പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പിതാവ് തന്റെ പുത്രനെ സഹായിച്ചതുപോലെ ദൈവമൈതലേ നിന്നെ സഹായിപ്പാൻ, നിന്നെ കൈപിടിച്ചുയർത്തുവാൻ, നിന്നെ ശക്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ. ഈ സത്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആയിരിക്കുന്ന ജനതയാണ് ശബ്ദമുയർത്തുന്നത്. പലപ്പോഴും ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിക്കാത്തവരാണ്, മർമ്മങ്ങൾ ഗ്രഹിക്കാത്തവരാണ് ആമേൻ ശബ്ദമുയർത്തി ആമേൻ പ്രതികരിക്കുന്നത്. ഹല്ലേലൂയ. പ്രതികാരം നമുക്കുള്ളതല്ല, അത് ദൈവത്തിനുള്ളത് അത്രേ. ഹല്ലേലൂയ. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. ഹല്ലേലൂയ. നോക്കണമേ, അവന്റെ ദൈവത്വം, അവന്റെ പുത്രത്വം, അവന്റെ ദൈവീകത ഒക്കെ അവന്റെ ഉപദേശത്തിലൂടെ, അവന്റെ പെരുമാറ്റത്തിലൂടെ, അവന്റെ പ്രവൃത്തിയിലൂടെ, അവന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടും യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. ഇന്ന് രാത്രിയിലും നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടും നിന്നെ ക്രൂശിക്കുവാൻ, നിന്നെ കല്ലെറിയുവാൻ, നിന്നെ ഒതുക്കുവാൻ ശത്രു പ്രബലപ്പെടുമ്പോൾ യേശു അവരോട് പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏതു പ്രവർത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. ആമേൻ. പിതാവായ ദൈവമേൽപ്പിച്ച ദൗത്യമല്ലാതെ പുത്രൻ ഈ ഭൂമിയിൽ സ്വയമേ ഒന്നും ചെയ്തിട്ടില്ല. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ലോകം എന്നെ ഉപദ്രവിച്ചു, നിങ്ങളെയും ഉപദ്രവിച്ചു. അത് നീതിക്ക് വേണ്ടി. ഹല്ലേലൂയ. അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അത് പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവർത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു, അവയിൽ ഏതു പ്രവർത്തി നിമിത്തം നിങ്ങൾ എന്നെ കല്ലെറിയുന്നു എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട് നല്ല പ്രവർത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നതെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അത് യേശു കർത്താവിനെ കല്ലെറിയുവാൻ അവർ മുൻപോട്ട് വരുവാനുള്ള കാരണം ഒന്ന്, ആമേൻ, അതെ ദൈവദൂഷണ നിമിത്തവും, ആമേൻ, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ടും അത്രേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതെ, തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ ആഗ്രഹിക്കാത്ത ദൈവം തന്നെ വെളിപ്പെടുത്തുവാൻ മാനവകുലത്തിന്റെ നടുവിലേക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അയച്ച്, ഹല്ലേലൂയ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ആ ദൈവിക വെളിപ്പാട് മാനവരാശിക്ക് വെളിപ്പെടുത്തുവാൻ ലോകത്തിലായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ആമേൻ ഇല്ലാതാക്കുവാൻ ശക്തിയുക്തം പ്രബലപ്പെട്ട ദുഷ്ടപിശാചിന്റെ കരങ്ങളിൽ ആയുധമായി മാറിയ യഹൂദന്മാര്, ഹല്ലേലൂയ, ആമേൻ, ജോലിയെ കുറിച്ച് ആമേൻ നല്ലൊരു ആശയം ആമേൻ ആ യേശു കർത്താവിന് പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന വാത്സല്യ മാതാവേ, പിതാവേ, എന്തിനു വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു? ഒരു ഹൗസ് വൈഫായിട്ട് ആണോ ഇരുത്തിയിരിക്കുന്നത്? അല്ല, ഒരു കമ്പനിയിൽ ജോലിയാണോ? അതോ ആമേൻ ഒരു നേതാവാണോ? ആമേൻ ആരായിട്ടാ? ആമേൻ ഒരു കർഷകനായിട്ടാണോ? ആമേൻ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണോ? ആമേൻ ആരായിട്ടാ ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്? ജോലിയെ കുറിച്ച് ആമേൻ നല്ലൊരു ആശയമുള്ളത് ആമേൻ ദൈവവചനം നിറവേറ്റുന്നതിനായി ആമേൻ അത് പ്രവർത്തിക്കുവാൻ നമ്മെ എന്ത് ചെയ്യുന്നു? സജ്ജമാക്കുന്നു, പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പിതാവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവും ആമേൻ സഭയ്ക്കും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾക്കും ആമേൻ മാതൃകയായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ പിതാവായ എലോഹീം ആമേൻ ആമേൻ ഈ ഭൂമിയിൽ തന്റെ ജോലി ആരംഭിച്ചതായി നിവർത്തിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 6 ദിവസത്തിനുള്ളിൽ ഭൂമിയെ ആമേൻ പുനർനിർമ്മിച്ചുകൊണ്ട് ഹല്ലേലൂയ 7-ാം ദിവസം ദൈവം സ്വസ്ഥമായി വിശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ ആദാമിനും ഹവ്വയ്ക്കും ആമേൻ ജോലി നൽകിയതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. നമ്മുടെ ദൈവം അലസന്മാരെയും മടിയന്മാരെയും ഇഷ്ടപ്പെടുന്നില്ല. അവരെ കൂട്ടിക്കൊണ്ടുപോയി ജോലി ചെയ്യിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ചില സഹോദരിമാരുണ്ട്, വീട്ടിൽ തുണിയും കഴുകി പാത്രവും കഴുകി ചോറും വെച്ച് ഇതാ ഞങ്ങളുടെ ഡ്യൂട്ടി എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ പണിയാ എന്തുവാ? പാത്രം കഴുകുക, ഭക്ഷണം ഉണ്ടാക്കുക, തുണി കഴുകുക. ഹല്ലേലൂയ. ആമേൻ. ഉത്തരവാദിത്തപ്പെട്ട അനവധി ഉത്തരവാദിത്തങ്ങൾ ഉള്ളവർ അലസരായി മടിയരായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ ഉണർന്നു പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. ആമേൻ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇന്നാ ഇഷ്ടം പോലെ തിന്നോ എന്ന് പറഞ്ഞ് ഇരുത്തുകയല്ലായിരുന്നു. ചില വീട്ടില് അങ്ങനെയാ. ചില കാരണവന്മാര് ഒരു പണിയെടുക്കത്തില്ല, ആമേൻ, ചുമ്മാ ഇരുന്ന് തിന്നി. അപ്പനപ്പൂപ്പന്മാര് സമ്പാദിച്ചിട്ട വസ്തുക്കളൊക്കെ തുണ്ട് തുണ്ടായി മുറിച്ച് തിന്ന് തീർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. കൂടാതെ ആമേൻ വീട്ടിലെ അടുക്കളയിലെ പണി ആമേൻ തുണി കഴുകി ശരീരം ശുദ്ധിയാക്കി ആമേൻ ഇരുന്ന് സമയം പോക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അലസനായി മടിയനായിരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവന് വേണ്ടി ആമേൻ സൃഷ്ടിച്ച മനോഹരമായ ഭൂമി ഏദൻ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇഷ്ടം പോലെ തിന്നോ, കിടന്നുറങ്ങിക്കോ. അല്ല, പറഞ്ഞത് ഇങ്ങനെയാ, ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാൻ അതിനെ കാപ്പാൻ അവിടെയാക്കി. ഹല്ലേലൂയ. 2 ഉത്തരവാദിത്വമാണ് മനുഷ്യന് ദൈവം കൊടുത്തത്. 1 അധ്വാനിക്കണം, 2 സൂക്ഷിക്കണം. നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ആമേൻ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ഫ്രീഡം ഉണ്ട് കേട്ടോ. നിന്റെ വീട്ടിനകത്ത് നിനക്ക് ഇഷ്ടം പോലെ കിടക്കാം, ഇഷ്ടം പോലെ ഇരിക്കാം, ഇഷ്ടം പോലെ നടക്കാം, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കഴിക്കാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ ഈ ലോകത്തിൽ കിട്ടുന്നതെല്ലാം തിന്ന് ആമേൻ ക്ഷണിക കാലം ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ ഉപരി അവനൊരു ആത്മീയനായി ജീവിച്ചു കാണുവാൻ ദൈവം ആഗ്രഹിച്ച അവനെ ഭൂമിയിലാക്കിയത്.
ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് അവന് ആത്മീയ മരണം സംഭവിക്കാതിരിക്കുവാൻ, അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്തുവാൻ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി അനേകർക്ക് അനുഗ്രഹമായി രാജാക്കന്മാരെ പോലെ വാഴുവാൻ ആക്കി വെച്ച ആമേൻ കുടുംബത്തെ തകർത്ത് കളയുവാൻ നുഴഞ്ഞു കയറിയ ദുഷ്ടപിശാച് ഹല്ലേലൂയ അവരെ തകർത്ത് കളയുവാൻ സാധ്യതയുണ്ടെന്ന് മുൻകണ്ട് ഒരു വാണിംഗ് കൊടുത്തു. ആമേൻ. എന്താണ്? ആമേൻ. അതേ, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്. തിന്നുന്ന നാളിൽ മരിക്കും. ഹല്ലേലൂയ. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ആമേൻ അതെ അവന് ആമേൻ മനസ്സിലായിട്ട് ഹല്ലേലൂയ അതെ തക്കതായ ഒരു തുണയുണ്ടാക്കി കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ആമേൻ ആമേൻ ഹല്ലേലൂയ തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്ത് ഹല്ലേലൂയ ആമേൻ അതെ മനുഷ്യൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ടിട്ട് തക്കതായ തുണയെ കൊടുത്തു. ഹല്ലേലൂയ. ഒരു പോലീസുകാരന് ആമേൻ കൊടുത്തിരിക്കുന്ന ഭാര്യ കള്ളിയാണെങ്കിൽ എന്തായിരിക്കും അവർ? പോലീസുകാരൻ കുറ്റകൃത്യം കണ്ടുപിടിച്ച് നീതി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ പോലീസുകാരന്റെ ഭാര്യ കള്ളിയാണെങ്കിൽ, കൊലപാതകയാണെങ്കിൽ എന്തായിരിക്കും അവർ? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തക്ക തുണ. ആമേൻ. അതെ, പ്രാർത്ഥന കുറവായിരിക്കുന്ന ഒരു ഭർത്താവിന്, പ്രാർത്ഥിക്കുന്ന ഒരു ഭർത്താവിനെ കൊടുക്കുന്നത് എന്തിനാണ്? ആമേൻ. പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ദുഷ്ടപിശാച് തകർത്ത് കളയുവാൻ സാധ്യതയുള്ള ആമേൻ അതെ ആ കുടുംബത്തെ നേരായ പാതയിലേക്ക് നയിപ്പാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ അലസരായി മടിയരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അനേക കുടുംബങ്ങൾ, അനേക തലമുറകൾ, അനേക ദേശങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേക അഭിഷക്തന്മാർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അനേക ഭാര്യ ഭർത്താക്കന്മാർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പലതും വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഈ ലോക സുഖങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന അനേക കുടുംബ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരിച്ചറിഞ്ഞ് ക്രിസ്തു വീടിന്റെ നാഥനായി ഹല്ലേലൂയ ആമേൻ കണ്ടുകൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ജീവിത പങ്കാളികൾ എവിടെയുണ്ടോ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. അവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും ആമേൻ എല്ലാ കാട്ടു മൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ തുണയെ കണ്ടുകിട്ടിയില്ല. ആമേൻ. നോക്കണമേ, മനുഷ്യന്റെ മുമ്പിലൂടെ കടന്നുപോയതിനെ എല്ലാം നോക്കിയിട്ടും ആമേൻ അവന് തക്കതായ ഒരു തുണയെ കണ്ടുകിട്ടിയില്ല. ആമേൻ. ഇന്നത്തെ ജനറേഷൻ അങ്ങനെയല്ല. ആമേൻ. പോകുന്നിടത്തെല്ലാം കണ്ടങ്ങ് ഇഷ്ടപ്പെടുകയാണെന്നേ. ഹല്ലേലൂയ. നോക്കുക, ആമേൻ. അന്നാളിൽ ദൈവം ആമേൻ അതെ മുമ്പിൽ കൂടെ വിട്ടതിനെ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഹല്ലേലൂയ. ദൈവം തമ്പുരാൻ തന്നെ ഇഷ്ടപ്പെട്ട് കൊടുത്തതിനെ സ്വന്തം സ്വീകരിച്ച കുടുംബത്തെ പരാജയപ്പെടുത്തിയ ദുഷ്ടപിശാച്. ഹല്ലേലൂയ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള നല്ല കൂട്ടായ്മയുടെയും ആമേൻ സമാധാനത്തിലും സന്തോഷത്തിലും ദൈവവുമായിട്ടുള്ള ആ സഹവാസത്തിന്റെയും ആമേൻ ഒരു സുന്ദരമായ ആമേൻ ഒരു ചിത്രം ആമേൻ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോട് കൂടെ നടക്കുന്ന ആമേൻ മനുഷ്യന് വേണ്ടിയുള്ള ആമേൻ ആ ദൈവത്തിന്റെ പദ്ധതി ആ വളരെ മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ ആവശ്യമായുള്ള എല്ലാ സൗകര്യങ്ങളും ധാരാളമായി നൽകിക്കൊണ്ട് സന്തോഷത്തോടെ അതേ സമാധാനത്തോടെ ജോലി ചെയ്ത് ജീവിക്കുവാൻ അഗോപത്തി കഴിക്കുവാൻ ആക്കി വെച്ച മനുഷ്യൻ. ഹല്ലേലൂയ. ആമേൻ. അതിനെ പരിപാലിക്കുക നല്ല ഉന്നത അതേ ഉദ്ദേശത്തോടും ലക്ഷ്യബോധത്തോടും കൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച ഭൂമിയുടെ ആ സൂക്ഷിപ്പുകാരനാക്കി മനുഷ്യനെ ആമേൻ നിയമിച്ചപ്പോൾ ആമേൻ അവിടെ നിന്നും തകർത്ത് ആമേൻ പോകത്തക്ക വിധത്തിൽ അവൻ അലസനായി ഹല്ലേലൂയ അവൻ ആമേൻ
ഉറങ്ങിപ്പോയി. അവൻ ആമേൻ അരുതാത്തത് ചെയ്ത് ആമേൻ അവനെ ആക്കി വെച്ചിരുന്ന ആ നല്ല ഉദ്ദേശത്തിൽ നിന്ന് അവൻ ആമേൻ വീണു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നത്, ദൈവം നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്, ദൈവം നിന്നെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് വലിയ ഉദ്ദേശത്തോടു കൂടിയാ, വലിയ പദ്ധതിയോടുകൂടിയാ, വളരെ പ്ലാനോടുകൂടിയാ. ആ പ്ലാനിലൂടെ നീ സഞ്ചരിച്ചാൽ ഈ ഭൂമിയിലെ നിന്റെ ജീവിതം വളരെ ആനന്ദകരമായിരിക്കും, വളരെ സന്തോഷകരമായിരിക്കും, വളരെ അനുഗ്രഹപ്രദമായിരിക്കും. അല്ല, തന്നിഷ്ടത്തിന് നിന്റേതായ ഇഷ്ടത്തിന് ബോധിച്ചതുപോലെ നീ ജീവിക്കാൻ തയ്യാറായാൽ നിന്റെ ജീവിതം വളരെ നരക തുല്യമായിരിക്കും, ദുരിതപൂർണമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേൽ ആമേൻ അതേ വാഴുവിനെന്ന് അവരോട് കൽപ്പിച്ചു. ഹല്ലേലൂയ, ആമേൻ. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. മടിയനായിരിക്കാൻ അതേ മനുഷ്യനെ ദൈവം എന്ത് ചെയ്തില്ല? സൃഷ്ടിച്ചില്ലെന്ന്. ഹല്ലേലൂയ. കാലത്ത് ജോലിക്ക് പോയിട്ട് ഭർത്താവ് തിരികെ വന്നിട്ട് ചോദിക്കും, നീ എന്താ എടുക്കുകയായിരുന്നു? അയ്യോ, 100 കൂട്ടം പണിയാ. തൂക്കത്തുമില്ല, അടിക്കത്തുമില്ല, വാരത്തുമില്ല, മക്കളെ മര്യാദയ്ക്ക് നോക്കത്തില്ല. ആമേൻ ചുമ്മാ ഇരുന്ന് സമയം പോക്കുന്ന ഒത്തിരി പേരുണ്ട്. അവര് നിമിത്തം ആമേൻ അതേ അരുതാത്ത ആമേൻ പ്രവർത്തികൾ ആമേൻ ചെയ്യുന്ന തലമുറകൾ എഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ഹൗവമ്മച്ചി ആമേൻ ഉത്തരവാദിത്വമില്ലായിരുന്നെന്ന്. ആമേൻ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് വീട്ടിലിരുന്ന് കരയേണ്ടതിന് പകരം, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം, ദൈവിക ഉപദേശങ്ങൾ മനസ്സിലാക്കേണ്ടതിന് പകരം, ഇടിവിൽ നിന്ന് കരയേണ്ടതിന് പകരം ആമേൻ കണ്ണുകൊണ്ട് കണ്ടതും ആമേൻ ചെവി കൊണ്ട് കേട്ടതും സ്വന്തമാക്കുവാൻ മോഹിച്ചതുകൊണ്ട് ആമേൻ അത് കിട്ടി കേട്ടോ. ആമേൻ തലമുറ കൊലപാതകനായി ശപിക്കപ്പെട്ടു. ഭൂമി അത് നിമിത്തം കഷ്ടതയിലും കണ്ണുനീരിലുമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കാനും ദൈവശബ്ദം ശ്രവിക്കേണ്ട സമയത്ത് ദൈവശബ്ദം ശ്രവിക്കുവാനും തയ്യാറാകാതെ ലോകത്തിൽ കണ്ണിന് കാണുന്നത് സ്വന്തമാക്കുവാൻ, ആമേൻ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു കൂട്ടുന്നത് സ്വന്തമാക്കുവാൻ അതേ തയ്യാറാകുന്ന സഹോദരിമാർ നിമിത്തം ഹല്ലേലൂയ എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, നവോമി ചോദിച്ച നവോമി പറയും, അച്ചാച്ചൻ ആമേൻ മോവാബിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ നോ പറഞ്ഞായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് മിക്ക വീട്ടിലും സഹോദരിമാര് നോ പറയാതെ യെസ് പറയും. ആമേൻ ചത്താലും വേണ്ടില്ല, ആമേൻ തൊലഞ്ഞാലും വേണ്ടില്ല, നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്തു മതി? നന്മ മതി. ഹല്ലേലൂയ, ആമേൻ. നന്മയുടെ പുറകെ പോകുന്നവർ പൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുമ്പോൾ നീതിയും രാജ്യം അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അതെ, യേശു ക്രിസ്തുവിന് ചെയ്യാനുള്ള ആമേൻ ദൗത്യം അല്ലെങ്കിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ഹല്ലേലൂയ, ആമേൻ ആ ദൈവം അവന് നൽകി. ആദ്യം ആമേൻ എന്തായിരുന്നു യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്തത്? ഹല്ലേലൂയ. മറിയയുടെ ഉദരത്തിലൂടെ, ഹല്ലേലൂയ, അതെ ഈ ഭൂമിയിൽ ജനിച്ച ആമേൻ യേശു കർത്താവ് വളർത്തപ്പനായ യോസേഫിന്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ മാതാപിതാക്കളെ അനുസരിക്കുന്ന തലമുറ എവിടെയുണ്ടോ അവർക്ക് ദീർഘായുസ്സുണ്ടാകും, അവർക്ക് നന്മയുണ്ടാകും. ഹല്ലേലൂയ. അപ്പനെ അംഗീകരിക്കാതെ, അമ്മയെ അനുസരിക്കാത്ത ഹല്ലേലൂയ തലമുറ എവിടെയുണ്ടോ അവര് ആമേൻ അത് തകർക്കപ്പെടും. ഞാനൊരു സത്യം പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ മറിയയുടെ ഉദരത്തിലൂടെ ഇവിടെ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ യേശുവിനെ പിതാവായിട്ട് ഹല്ലേലൂയ അത് ദൈവം ആക്കി വെച്ച യോസേഫ്, ആമേൻ, അതെ ഡയറക്റ്റ് ആമേൻ അത് പരിശുദ്ധാത്മാവിനാലാണ് യേശു ജനിച്ചത്. പക്ഷേ വളർത്തുവാൻ ഏൽപ്പിച്ചത് യോസേഫിനെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില വീട്ടില് രണ്ടാനപ്പൻ, ഹല്ലേലൂയ, അത് രണ്ടാനപ്പൻ കാരണം ആമേൻ അത് വക വെക്കണ്ട, അംഗീകരിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇവിടെ നോക്കണമേ, യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ജനിച്ച് ഉരുവായപ്പോൾ അതെ ഒഴിവാക്കാൻ വേണ്ടി ആലോചന പറഞ്ഞുകൊടുത്ത ദുഷ്ടപിശാചിന്റെ പദ്ധതിയെ പൊളിച്ച് തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമാക്കി. ഹല്ലേലൂയ. അവളെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവിടെ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ അത്രേ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഒഴിവാക്കി കളയുവാൻ ഗൂഢാലോചന നടത്തിയ പദ്ധതിയെ പൊളിച്ചു കളഞ്ഞിട്ട് ചേർത്ത് നിർത്തി ആമേൻ വളർന്നുകൊണ്ടിരിക്കുന്ന
വന്നിരിക്കുന്ന തലമുറ യോസേഫിന് കീഴ്പ്പെട്ടിരുന്നു. ഹല്ലേലൂയ, ആമേൻ. അതെ, രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ, ഒരു തച്ചൻ എന്ന നിലയിലും, ആമേൻ, എന്ന് പറഞ്ഞാൽ യോസേഫ്, ആമേൻ, ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു. ഹല്ലേലൂയ, തച്ചന്റെ മകനല്ലയോ, ആമേൻ, തച്ചന്റെ മകനായി ജനിക്കുവാൻ, ഹല്ലേലൂയ, അല്ല പിതാവായ ദൈവം തന്റെ പുത്രനെ ആദ്യ മറിയയിലൂടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. എന്നാൽ അവൻ വളർത്തപ്പെട്ടത് ഒരു തച്ചന്റെ കൂടെ ആയിരുന്നത് കൊണ്ട് ലോകം അവനെ തച്ചന്റെ മകനായി വിളിച്ചു. ഹല്ലേലൂയ, ആമേൻ. എങ്കിലും അവൻ, ഹല്ലേലൂയ, തച്ചന്റെ മകനായി തന്നെ ഒതുങ്ങി, ആമേൻ, ആ ചെറുപ്രായത്തിൽ, ആമേൻ, ആ ഭവനത്തിൽ അമ്മയപ്പന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നുവെന്ന്, അനുസരിച്ചിരുന്നുവെന്ന് തലമുറകൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവര്, ആമേൻ, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നാൽ, അനുസരിച്ചിരുന്നാൽ നിങ്ങൾക്ക് നന്മയും ദീർഘായുസ്സും ഉണ്ടാകുമെന്ന് കർത്താവിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അതിനാൽ, ആമേൻ, അത് ജോലി എന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. അത് വളർന്നു വരുന്ന തലമുറ നിലനിൽക്കണമെങ്കിൽ ജോലി ചെയ്യണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ജോലിയെ കുറിച്ച് നല്ല ഒരു ആശയമുള്ളത് അലസതയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റിക്കളയും. ഹല്ലേലൂയ. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേൽക്കണം, വീട്ടില്, ആമേൻ, വീട്ടുകാര്യങ്ങൾ ചെയ്യണം, ആമേൻ, വീട് നീറ്റാക്കണം, ആമേൻ, തുണികൾ കഴുകണം, ഭക്ഷണം ഉണ്ടാക്കണം, ആമേൻ, ഏറിയ സമയം അതേ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കാഴ്ചപ്പാടുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ അവന് നിലനിൽപ്പിന് വേണ്ടി, അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. അല്ല, ഒരു ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉദ്യോഗസ്ഥൻ ആയിരിക്കുന്ന ഭർത്താവ് മടങ്ങി വരുന്നത് വരെ അവർക്ക് വേണ്ടി കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആമേൻ, അവരുടെ തലമുറകൾക്ക് വേണ്ടി, ആമേൻ, ഇടിവിൽ നിൽക്കുവാൻ, അതേ ഉത്തരവാദിത്വത്തോടെ അപ്പനമ്മമാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ക്ഷേമങ്ങൾ തിരക്കി ഇങ്ങനെ 100 അലസ്യതയായിട്ട് മടിയായിട്ടിരിക്കാൻ സമയമില്ലെന്ന്. ഉത്തരവാദിത്വമുള്ളവർക്ക് സമയം, ആമേൻ, പോരാ. ഇന്ന് രാത്രി ഉത്തരവാദിത്വമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അതിനാൽ അതെ പ്രിയപ്പെട്ടവരെ, ജോലിയെക്കുറിച്ച് നല്ല ഒരു ആശയമുള്ളത് അലസതയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യും? അകറ്റും. ആമേൻ. പരീക്ഷയെക്കുറിച്ച്, ആമേൻ, അറിവുള്ള കുഞ്ഞുങ്ങള്, ആമേൻ, ഉണർന്നിരുന്ന് പഠിക്കാൻ തയ്യാറാകും. കാരണം പരീക്ഷയ്ക്ക് വിജയിക്കണമല്ലോ. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ പിതാവും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവും അതെ പ്രവർത്തിക്കുകയും ഇപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നാമും എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി സദാസമയം നമ്മുടെ കർത്താവ് പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാമും ആ കർത്താവിനെ പോലെ, ആമേൻ, പുത്രത്വം പ്രാപിച്ച്, ഹല്ലേലൂയ, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ തക്കവണ്ണം കരുണാസമ്പന്നനായ ദൈവം തന്റെ പുത്രനിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. സഭയിലും സമൂഹത്തിലും അതേ ശുശ്രൂഷയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുവാൻ തക്കവണ്ണം അതേ പ്രവർത്തിക്കുവാൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അതേ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ അതേ ദൈവസഭയുടെ അംഗങ്ങളെ എന്ത് ചെയ്യാണ്? പ്രോത്സാഹിപ്പിക്കുകയാ. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ല ാതിരിപ്പാനും വേണ്ടി, ഹല്ലേലൂയ, നമ്മൾ പുറത്തുള്ളവരോട് മര്യാദയായിട്ട് വേണം, അകത്തുള്ളവരോട് എക്സ്ട്രാ ഡീസന്റ് ആയിരിക്കും. ഹല്ലേലൂയ. വീട്ടിലുള്ളവരോട്, ആമേൻ, പുറത്തുള്ളവരോട് ഒക്കെ, ഹല്ലേലൂയ, നമ്മൾ മര്യാദയുള്ളവരായിട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമുക്കൊരു ലക്ഷ്യം വേണം. ആളുകൾക്ക് ധാരാളം അഭിലാഷങ്ങളുണ്ട്, ചിലപ്പോൾ വളരെ സ്വാർത്ഥതയുണ്ട്. എന്നാൽ ദൈവമക്കൾ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഇങ്ങനെയുള്ള അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ ഒരു ദൈവ പൈതൽ അങ്ങനെ ആയിരിക്കാൻ പാടില്ല. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മല അല്ല, ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ആമേൻ. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെയാ. ആമേൻ. എങ്ങനെയാ? എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല, ശാഠ്യത്താൽ അത്രേ ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നത്? പ്രസംഗിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ബോഷ്കു പറയുമരുത്. ഹല്ലേലൂയ. അതേ പൗലോസ് ലീഗ നമുക്ക് ഒരു നല്ല കാര്യം എന്ത് ചെയ്യാണ്? പറഞ്ഞു തരികയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മിൽ ഓരോരുത്തരെയും നാം ആഗ്രഹിക്കുന്നിടത്ത്, ആമേൻ, അതെ പ്രതിഷ്ഠിക്കുകയും ഓരോരുത്തർക്കും, ആമേൻ, ഓരോ, ആമേൻ, കൃപാവരങ്ങൾ, ആമേൻ, അതെ നൽകുകയും ഓരോ വേല നൽകുകയും ചെയ്ത്, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ, ആമേൻ, ജീവിതത്തിൽ, ഹല്ലേലൂയ, ഇടപെടാതെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം വിശ്വസ്തയോടെ ചെയ്യുവാൻ അത് സമർപ്പിക്കപ്പെട്ടവരാണെന്നുള്ള ഉത്തരവാദിത്ത മനോഭാവത്തോടുകൂടെ
ദൈവം ഏൽപ്പിച്ച ഡ്യൂട്ടിയിൽ അത് ഉത്സാഹമുള്ളവരായി ശുശ്രൂഷയിൽ അനുദിനം ഉയർന്നു വരുവാൻ അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് പൗലോസ്ലീഹയിലൂടെ ദൈവസഭയെ പ്രഭുണ്ടായി. ഇന്ന് രാത്രി നാം ഏർപ്പെട്ടിരിക്കുന്ന ജോലി ആമേൻ ദൈവം എന്നെ ഏൽപ്പിച്ചതാണെന്ന് തിരിച്ചറിയുന്നവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. അതെ, ചില ആളുകൾ അന്നും ഇന്നും കരുതിയിരിക്കുന്നത് ആമേൻ സ്വമേധ ഉള്ള അധ്വാനം അപമാനകരമാണെന്നും അവയ്ക്ക് ആമേൻ അതെ വിലയും നിലയും ഒന്നും ഇല്ല എന്നും ആമേൻ ചിന്തിക്കുന്നു. എന്നാൽ അപ്പോസ്തലന്മാർ അങ്ങനെ ആയിരുന്നില്ല വിചാരിച്ചത്. ഹല്ലേലൂയ. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുന്നു? തെളിയുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല, അതുകൊണ്ട് നമുക്കും എന്തില്ല? മുഖപക്ഷമില്ല. ഹല്ലേലൂയ. തൊഴിൽ ഒന്നാകെ കൊണ്ട് അവൻ അവരോട് കൂടെ പാർത്ത് വേല ചെയ്തു പോകുന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആദ്യകാലത്ത് സഭയുടെ ആമേൻ സ്ഥാപനം ഇവിടെ നടക്കൊള്ളുന്ന സമയത്ത്, സഭയുടെ രൂപീകരണ സമയത്ത് ആമേൻ ഇവിടെ ആമേൻ അതെ കർത്താവിന്റെ വേലയിലായിരുന്ന ആമേൻ അഭിഷക്തന്മാർ ആമേൻ സ്വന്തമായി അധ്വാനിച്ച് കർത്താവിന്റെ വേല ചെയ്യുകയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭ വിപുലമായപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന അഭിഷക്തന്മാര് സഭയില് ആമേൻ അതെ നേതാക്കന്മാരെ സഭയില് അധ്യക്ഷന്മാരെ ഒക്കെ നിയമിച്ചാക്കുവാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ ഹല്ലേലൂയ അവര് ആമേൻ അതെ കർത്താവിന്റെ വേലയില് ആമേൻ മുഴുസമയം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുവാൻ അത് സഭയില് ആമേൻ ധർമ്മശേഖരണങ്ങളും ആമേൻ അതെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ മുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നോക്കുക, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ കർത്താവിന്റെ വേലയുടെ മുഖത്ത് നേതൃത്വ സ്ഥാനത്തായിരിക്കുമ്പോൾ തന്റെ കൂടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർക്ക് വേണ്ടുന്നത് എത്തിച്ചു കൊടുക്കുവാൻ താൻ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ആരുടെയെങ്കിലും ഒക്കെ കയ്യിലിരിക്കുന്നത് ഇങ്ങോട്ട് മേടിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. ആമേൻ വിതരണം ചെയ്യുന്ന പരിപാടി ആയിരുന്നില്ല അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ചെയ്തത്. ആമേൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് സപ്പോർട്ടായി ഇന്നും പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. സ്വന്തം ജീവിതത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അതേ കരയുകയും പ്രാർത്ഥിക്കുകയും ആകുവോളം സുവിശേഷം പറയുന്നതോടൊപ്പം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന നന്മയുടെ ആമേൻ ഒരു ഭാഗം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തുറന്ന മനസ്സോടെ ചെയ്യുന്ന അനേകരുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും, നോക്കുക, അധ്വാനിച്ചിട്ട് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിട്ട് ആമേൻ പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരു വിശ്വാസിയും അങ്ങനെ ചിന്തിക്കുവാൻ ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ പൗലോസ്ലീഹയെ പോലെ എല്ലാവരും ജോലി ചെയ്തിട്ട് ആമേൻ ഇങ്ങനെ ആമേൻ അതെ അങ്ങനെയല്ല അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? ആമേൻ. അതെ, എന്ത് ജോലിയാ? ആമേൻ അതെ ഈ ലോകത്ത് ആമേൻ ഭൗതികമായ ജോലി ചെയ്യുന്നവരാണോ അതോ കർത്താവിന്റെ വേല ചെയ്യുന്നവരാണോ? ആരുമായിക്കോട്ടെ, നിങ്ങളുടെ ആമേൻ പ്രതിഫലവും ആമേൻ അതെ നിങ്ങളുടെ കഴിവും ആമേൻ നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തി ആമേൻ കുറിച്ച് പരിശീലനം നേടിക്കൊണ്ട് ആമേൻ ആ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്താകട്ടെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാകട്ടെ, എന്തുമാകട്ടെ അത് വളർത്തുവാൻ തക്കവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറാകണം. അതിനുവേണ്ടി സമയം നിങ്ങൾ വേർതിരിക്കണം. ആമേൻ. നമുക്കറിയാം, ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആമേൻ അതെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് സ്കൂളിൽ പോവുകയെന്ന്. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങളുണ്ട് സ്കൂളിൽ പോകാൻ പറഞ്ഞ പോത്തെ സ്കൂളിൽ പോകാതെ കണ്ട് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്താമെന്നറിയാം. പഠിക്കണ്ടേ, ആമീൻ എഴുതണ്ടേ, വായിക്കണ്ടേ, കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുക? അക്ഷരം പഠിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമീൻ. അടുത്തത് ഒരു വർക്ക്ഷോപ്പുകളിലോ സെമിനാറുകളിലോ പങ്കെടുക്കുക. ഹല്ലേലൂയ. ആമീൻ. എഴുതുവാനും വായിക്കുവാനും ഒക്കെ പ്രാപ്തിയുള്ള ഇന്നത്തെ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു കഴിയുമ്പോൾ ആമീൻ സെമിനാറുകളിൽ ആമീൻ മറ്റുള്ള മേഖലകളെ കുറിച്ചുള്ള അറിവിനു വേണ്ടി ആമീൻ വർക്ക്ഷോപ്പുകളിൽ ആമീൻ അതെ പങ്കെടുക്കുക. ഒരു തൊഴിൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യാലയത്തിലേക്ക് എന്ത് ചെയ്യണം? പോകുവാൻ തയ്യാറാകണം. എന്തിനാ? അലസന്മാരായി മടിയന്മാർ. ചിലർ ചോദിക്കാറുണ്ട്, പ്ലസ് 2 കഴിഞ്ഞ് ഇനി എന്താ ചെയ്യണ്ടേ? ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്താ ചെയ്യണ്ടേ?
അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ല, ഒരു ബോധ്യമില്ല. അതെ, +2 പരീക്ഷ എഴുതാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. SSLC പരീക്ഷ കഴിഞ്ഞിട്ട് +2 പോണോ അതോ ടെക്നിക്ക് പരമായി എന്തെങ്കിലും പഠിക്കണമോ? ആരോടാ ചോദിക്കുന്നത്? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ എക്സാം എഴുതി നിൽക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഒരു പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി, ചിലരെ കുടുംബജീവിതത്തിന് വേണ്ടി, ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കുടുംബം എന്ന വ്യവസ്ഥ ഭൂമിയിൽ സ്ഥാപിച്ചത് സ്വർഗത്തിലെ ദൈവമാ. അതേ, ചരടുകൊണ്ട് കെട്ടുന്ന ബന്ധമല്ല, മനസ്സുകൊണ്ട് ഒന്നിക്കുന്ന ബന്ധമാണ് വിവാഹം. ഒരു ജീവിത പങ്കാളി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടാകരുത് അയ്യോ ആഹാരത്തിനുള്ള വക ഇനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടാകരുത് അയ്യോ ഇനി കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യണം. വിവാഹത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴേ ജീവിത പങ്കാളിയെ കുറിച്ച്, തലമുറകളെ കുറിച്ച്, ഭാവിയെ കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷയാണിത് വിവാഹം എന്ന് പറയുന്നത്. ഇത് വലിയ ഉത്തരവാദിത്തമാ. ഇന്ന് വിവാഹം കഴിഞ്ഞിട്ട് കുടുംബം നോക്കാത്ത ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടായ തലമുറകൾ നിമിത്തം കോടതികൾ, കേസുകൾ, ഫയലുകൾ കെട്ടിക്കിടക്കുകയാ. നമ്മുടെ കൂട്ടത്തിൽ ആരും അപ്രകാരം തകർന്നു പോവാനിടയാകരുത്. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഭൂമിയിലെ അതേ സ്വർഗമായി ഭവനം മാറ്റപ്പെടണം. അതേ നാഥൻ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അല്ലാത്ത പക്ഷം ഹല്ലേലൂയ ജോലി ചെയ്യുവാൻ പ്രതീക്ഷിക്കാത്തവർ, അതെ രോഗികൾ, കുട്ടികൾ, പ്രായമായവർ, ഇങ്ങനെയുള്ളവര് ജോലിയെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്തുവാ? 60-70 വയസ്സ് പ്രായമുള്ളവർ ജോലിയെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഹല്ലേലൂയ. പക്ഷെ ആ പ്രായം കഴിഞ്ഞവർ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കുട്ടികൾ, മുട്ട വലിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ജോലിയെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അവരുടെ ആ പ്രായത്തിൽ അവരെ വിട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ അവരെ അതെ ഉൾക്കൊള്ളുന്നവരാണ്. യേശു പറഞ്ഞു അവരെ തടുക്കരുത്. രോഗികളായി കിടക്കുന്നവര്, വീട്ടില് എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുന്ന രോഗികൾ, അല്ലെങ്കിൽ കണ്ണ് കാണാത്തവര്, ചെവി കേൾക്കാത്തവര്, അങ്ങനെ വിവിധ നിലകളിൽ രോഗികളായിരിക്കുന്നവര്, അവരെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരെ കുറ്റം പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിച്ച് അതേ അലസന്മാരായി, മടിയന്മാരായി വീട്ടിൽ ചുമ്മാ സമയം പോക്കുന്ന അനേകര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അലസന്മാരായി, മടിയന്മാരായി ദൈവം നൽകിയ ആയുസ് അതേ നശിപ്പിക്കുവാൻ ദുഷ്ടപിശാച് പലരെയും തള്ളിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായി താണിരുന്നു കൊണ്ട് തക്ക സമയത്ത് ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു ജോലിയിലോ ബിസിനസ്സിലോ എന്ത് ചെയ്യണം? ഏർപ്പെടണം. ഹല്ലേലൂയ. കുട്ടികൾ, പ്രായമായവർ, അതെ ദുർബലന്മാരെ, അതെ അങ്ങനെ സമൂഹത്തിൽ ഹല്ലേലൂയ അതെ പലരെയും സഹായിക്കുവാൻ അതേ കടപ്പെട്ടവരാണ് മനുഷ്യർ. ഹല്ലേലൂയ. ദൈവമക്കൾ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ ഈ രണ്ടായി ലോകത്തേക്ക് അയച്ചു. ഹല്ലേലൂയ. സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, സുവിശേഷീകരണത്തിന്റെ പേരും പറഞ്ഞ് കർത്താവിന്റെ വേലയുടെ പേരും പറഞ്ഞ് ചുമ്മാ അലസരായി, മടിയന്മാരായി തെക്കോട്ടും വടക്കോട്ടും നടന്ന് സമയം നഷ്ടപ്പെടുത്തിയ ന്യായവിധി സമയത്ത് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് രഹസ്യങ്ങൾ അറിയുന്ന പിതാവിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ അതേ കണക്ക് കൊടുത്താൽ മതി, ലോകത്തിന് കണക്ക് കൊടുക്കണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് നിഷ്കളങ്കതയോടെ, നിർമ്മലതയോടെ, പൂർവാധിക ശക്തിയോടെ കർത്തൃവേലയിൽ പ്രയോജനപ്പെടുവാൻ ദൈവമാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ ഇന്ന് രാത്രി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ആമേൻ. അതേ ഒരു ജോലിയിലോ ബിസിനസ്സിലോ ഏർപ്പെടുക. ഹല്ലേലൂയ. അതുവഴി ദുർബലന്മാരെയും ഹല്ലേലൂയ അതേ ആശയറ്റ് കഴിയുന്നവരെയും ഹല്ലേലൂയ ഒക്കെ പിന്തുണയ്ക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ ഒരു ചാലനാക്കി മാറ്റുവാനും ഹല്ലേലൂയ നിങ്ങളിലൂടെ അനേക ആശ്വാസം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് യേശു ഈ രണ്ടുപേരെ അയച്ചത്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്ന ദൈവദാസന്മാരെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുതൽ സമയം വേർതിരിക്കുക, ദൈവവചന ധ്യാനത്തിനു വേണ്ടി സമയം വേർതിരിക്കുക, ഉയരത്തിലെ ശക്തി പ്രാപിക്കുക. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നൽകുന്നുവെന്ന് പറഞ്ഞ ആ ശബ്ദത്തിന്റെ മുമ്പിൽ മുടന്തൻ എഴുന്നേറ്റതുപോലെ അനേകരെ എഴുന്നേൽക്കട്ടെ, അനേകര് സൗഖ്യമാകട്ടെ, നിത്യജീവൻ അവകാശിയാകട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യുന്ന ഒരു നല്ല പിതാവ് ഉറങ്ങാത്തവനായി, മയങ്ങാത്തവനായി, സദാസമയം തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ
പ്രവർത്തിപ്പാൻ തക്കവണ്ണം തയ്യാറായിരിക്കുന്നു. ആ പിതാവിനെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തു എപ്പോഴും ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ശക്തനായിരുന്നു. ഹല്ലേലൂയ അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് ഹല്ലേലൂയ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള പേര് ആമേൻ അത് വിളിച്ച് ആമേൻ അതിന് പ്രതിഫലം വാങ്ങുവാൻ അതേ ഇടയാകത്തക്ക വിധത്തിൽ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും മധ്യസ്ഥത വഹിക്കുന്ന യേശു കർത്താവാണ് നമ്മുടെ റോൾ മോഡൽ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറഞ്ഞത്, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചു നോക്കുക. ഹല്ലേലൂയ. അവന്റെ മക്കളായി പ്രിയ മക്കളായി അവന്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ട അഭിഷിക്തന്മാരെ, ദൈവദാസിമാരെ, ദൈവദാസന്മാരെ, കൂടപ്പിറപ്പെ കുഞ്ഞുങ്ങളെ കണ്ണുകളെ അടയ്ക്കാം. ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. അലസന്മാരെ ദൈവത്തിന് ആവശ്യമില്ല, മടിയന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. അവരെ ആവശ്യമുള്ളത് ദുഷ്ടപിശാചിനാ. നീ ദുഷ്ടപിശാചിന്റെ ഏജന്റ് ആകാതെ ആമേൻ അന്ധകാരത്തിൽ കിടന്ന് നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട അതേ ജാതിയും ആമേൻ വിശുദ്ധ വംശവും ഹല്ലേലൂയ രാജകീയ പുരോഹിത വർഗവും ഹല്ലേലൂയ സ്വന്തം ജനവുമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ കർത്താവിന്റെ മടങ്ങി വരെയും ആമേൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്തെന്ന് ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞു ഇന്നത്തെ ആലസ്യത കർത്താവേ നാളത്തെ ഞങ്ങളുടെ ദുരിതത്തിന് കാരണമായി. ഹല്ലേലൂയ. അതുകൊണ്ട് അലസത മാറ്റി ഹല്ലേലൂയ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയിൽ ആമേൻ അതേ ഞങ്ങൾ ഉന്മേഷമുള്ളവരായി ഹല്ലേലൂയ അതേ വർദ്ധിച്ചു വരുവാൻ, അതേ ദൈവകൃപയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് ഇടയാക്കണമേ. ഇന്ന് രാത്രി ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നന്നായി ചെയ്യുന്ന സൃഷ്ടിക്കുന്ന ഒരു നല്ല ദൈവം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സമൂഹത്തിൽ ആശയറ്റ് കഴിയുന്നവരെ ആമേൻ സമൂഹത്തിൽ ദുർബലന്മാരായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, അതേ ബലപ്പെടുത്തുവാൻ, ശക്തീകരിപ്പാൻ ആമേൻ ഇടയാകുന്ന ജീവൻ വചനവുമായി ഹല്ലേലൂയ രാജ്യങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, ഭൂമിയുടെ അറ്റത്തിലേക്ക് കടന്നു പോകുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ദൈവമക്കൾ. എന്നാൽ അതിന് കഴിയാതെ കണ്ട് ആമേൻ അതേ മുമ്പിൽ തടസ്സങ്ങൾ കൊണ്ടുവന്ന് നിരുത്സാഹപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന എല്ലാ പോരുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ജോലി മേഖലയിലായിരുന്ന നയമാന്റെ വീട്ടിലെ ബാല്യക്കാരി ആമേൻ നയമാന്റെ കുറ്റത്തെ മാറ്റുവാൻ അതേ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലേക്ക് നയിച്ചതുപോലെ ജോലി മേഖലയിലായിരിക്കുന്നവരെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കണമേ. കർത്താവ് വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്നവരെ ഉപയോഗിക്കണമേ. കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരെ ഉപയോഗിക്കണമേ. അങ്ങനെ സമസ്ത മേഖലകളിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന എല്ലാവരും കർത്താവ് ഉപയോഗിക്കണമേ. അവരോട് കൂടെ ഇരുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ വെളിപ്പെടുത്തി ദൈവസഭയെ ഉറപ്പിക്കണമേ. അനേകര് നിത്യജീവൻ അവകാശിയായി മാറുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും കരങ്ങളെടുത്ത് ഉപയോഗിക്കണം. അങ്ങയുടെ നാമം ചൊല്ലി പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ ഒരു പുതിയ ജോലിക്ക് വേണ്ടി അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർ യേശുവിന്റെ നാമത്തിൽ ആ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇടയാകണം. മുമ്പുള്ള തടസ്സങ്ങൾ മാറണം കർത്താവെ. ജോലിയിൽ പ്രൊമോഷന് വേണ്ടി ആമേൻ, ജോലിയിൽ ആമേൻ ലഭ്യമാകേണ്ട നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ ആ വിഷയങ്ങളുടെ മേലെല്ലാം വിടുതൽ നൽകട്ടെ. കുറെ കൂടെ മെച്ചപ്പെട്ട ജോലി ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വരെ ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജോലി ചെയ്യണം ആവശ്യമാണ്. ഉത്തരവാദിത്വമുണ്ട് കർത്താവെ. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് ചെയ്യുവാൻ സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. ജോലി മേഖലയിൽ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച്, കുടുംബ പശ്ചാത്തലത്തിൽ ദൈവം അനുഗ്രഹിച്ചാട്ടെ. സമസ്ത വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ചു പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. അതെ, യൂട്യൂബ് സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.